നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുഴിമന്തിയാണ്. നമ്മൾ ബിരിയാണിയെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിനേക്കാൾ എത്രയോ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കുഴിമന്തി. ഞാനും ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് നമുക്കൊരു ഒരു മിക്സിയിൽ മല്ലിച്ചപ്പ്, പുതിന, ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക് എല്ലാം മിക്സിയിലിട്ടിട്ട് ഒരു പേസ്റ്റായിട്ട് അടിച്ചെടുക്കുക. പിന്നെ മന്തിക്ക് ആവശ്യമായ ചിക്കൻ കട്ട് ചെയ്തിട്ട് എന്തായാലും നമ്മൾ ചിക്കൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മന്തീൻ്റെ കട്ടിങ് പീസ് തന്നെ രീതിയിൽ തന്നെ പറയണം അവരോട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പീസ് ആക്കി തരും. അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം, പിന്നെ നമ്മൾ ആ പേസ്റ്റില്ല, ആദ്യം അടിച്ചെടുത്ത പേസ്റ്റ്, മല്ലി പുതിനേൻ്റെ ആ പേസ്റ്റും, അതുപോലെ തന്നെ ചെറിയ മാഗീൻ്റെ ക്യൂബ് ഇടുക. പിന്നെ കുറച്ച് ഗ്രാമ്പു, കുരുമുളക്, പിന്നെ കുറച്ച് മന്തി മസാല, മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം ഇട്ടിട്ട്, അതുപോലെ തന്നെ ചെറിയൊരു ചെറുനാരങ്ങ ഉണ്ട്, ഒരു പകുതിയുള്ള പീസ് ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് പിന്നെ നന്നായിട്ടൊന്ന് നല്ലോണം പിഴിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ടൊരു ഏകദേശം ഒരു 30 മിനിറ്റിൻ്റെ അടുത്ത് എന്ത് വയ്ക്കുക, അടച്ചിട്ട് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നോക്കാം. അടുത്ത ഘട്ടത്തിലേക്ക് നോക്കാം. ഇത് നമുക്ക് തന്നെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യുന്ന സംഭവം കേട്ടോ. ബിരിയാണി കഴിച്ചാൽ അത്ര നമ്മൾ വയറിനത്ര ദമ്മും വരില്ല. ഇത് ഫ്രീ ആയിട്ട് കുഴിമന്തി കഴിക്കുന്ന ഇഷ്ടമുള്ള ആൾക്കാർക്ക് അറിയാം, കുഴിമന്തി കഴിച്ചാൽ വയറ് ഫ്രീ ആയിരിക്കും. കാരണം വെച്ചാൽ അധികം ഓയിലും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അപ്പം കുഴിമന്തി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ലോണം കുഴച്ചിട്ട് നല്ലോണം ഒരു 30 മിനിറ്റിൻ്റെ അടുത്ത് എന്തായാലും അത് പാത്രത്തോടുകൂടി അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് റൈസിൻ്റെ പരിപാടി നോക്കാം. അരി ഉണ്ടല്ലോ, അതിൻ്റെ പരിപാടിയിലേക്ക് നമുക്ക് അത് നോക്കാം. നമ്മളൊരു നമ്മളൊരു പാത്രം എടുക്കുക, ഒരു ബിരിയാണി പോട്ട്, ഒരു അത്യാവശ്യം വലിപ്പമുള്ള അത്യാവശ്യം കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് മേലെ വെക്കാം. പിന്നെ അത് തിളക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കറുപ്പച്ചപ്പ, നമ്മളെ കറുപ്പേൻ്റെ ചപ്പ്, അതുപോലെ തന്നെ കുരുമുളക്, പിന്നെ പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ മാഗി ക്യൂബ്, പിന്നെ ചെറുനാരങ്ങ നീര്, സൺഫ്ലവർ ഓയിൽ, ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ ഇത് കുറച്ച് കഴിഞ്ഞാൽ ചൂടായതിന് ശേഷം ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് കുറച്ച് ഉണക്ക നാരങ്ങ ഇടാം. ഒന്ന് മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സൺഫ്ലവർ ഓയിലും കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലോണം മൂടി വെക്കുക കേട്ടോ. അടച്ച് വെക്കുക. പിന്നെ ഇത് നല്ലോണം ചൂടായി നല്ലോണം തളിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ഒരു 20 മിനിറ്റ് കുതിർത്ത് വെച്ച അരിയുണ്ട്, ബസുമതി അരി. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, അരി ചേർക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇതിൻ്റെ മന്തി മസാലയും അത് നല്ലോണം തിളച്ച് നമുക്ക് ഏകദേശം ഒരു 70% ഒരു 80% അത് വേവ് വന്നാൽ, ഫുള്ളായിട്ട് വന്നിട്ട് ഫുള്ളായിട്ട് വേവാൻ പാടില്ല. എന്നിട്ട് അതെന്ത് ചെയ്യുക, അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വെക്കാം. പിന്നെ ഇത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര ടൈമൊന്നുമില്ല. ഞാൻ സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് എന്നല്ല വിചാരിക്കും, പക്ഷേ ഇത് അത്രക്കും സിമ്പിളാണ്. ബിരിയാണി ഉണ്ടാക്കുന്ന പകുതി പണി മാത്രമേ ഇതിനുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ പകുതി ചിലവും മാത്രമേ ഇനി വരൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ അരിയെല്ലാം റെഡിയായി. ഇനി നമ്മൾ നേരത്തെ ചിക്കൻ നല്ലോണം പുരട്ടി വെച്ചില്ലേ, അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഈ ബിരിയാണി പോട്ടിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആ പാത്രത്തിലേക്ക് മെല്ലെ കുറച്ചെടുത്തിട്ട്, കുറച്ചെന്നല്ല, ആ ചിക്കൻ അതിൽ നിന്ന് ചെറിയ തീയിൽ ഇങ്ങനെ വന്നോട്ടെ കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഒരു പകുതി വേവാകുമ്പോൾ എന്താ ചെയ്യുക, തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ കൂടുതലായിട്ട് ഇനി വേണ്ട, പക്ഷേ തിരിച്ചിട്ടതിന് ശേഷം നമുക്കൊരു 70% നമ്മൾക്ക് എന്താക്കുക, നമുക്കതിലേക്ക് റൈസ് ഇടുക. നമ്മൾ ഊറ്റി വെച്ച റൈസില്ലേ,
അത് അതിലേക്ക് ഇടുക, ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലെയറായിട്ട് ഇട്ട് നമ്മൾ പച്ചമുളകില്ലേ, പച്ചമുളക് ഒരു 4-5 പീസ് ഓരോരോ ഇതിൽ ഇങ്ങനെ ചോറിങ്ങനെ കുത്തി കൊടുക്കുക. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല എരിവെല്ലാം നല്ലോണം പിടിക്കും റൈസിന്. പിന്നെ മേലെ ചോറിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കളറിന് ചെറിയ ഒരു കുറച്ച് മുളക് പൊടിയില്ലേ, മുളക് പൊടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കളറാക്കി കൊടുക്കുക. പിന്നെ ഇതിന് സ്മെല്ല് കിട്ടും. അത് ചെളിയൊലിക്ക് അതാണ് ഇതിൻ്റെ സ്മെല്ല് കിട്ടും. നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പോലെ ഉണ്ടാവും എന്നുള്ള ചെളിയൊലി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു സാധാ കുഴിമന്തിൻ്റെ ഹോട്ടലിൽ പോയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഏത് രീതിയിലാണ് നമുക്ക് ടേസ്റ്റ് അവിടുത്തെ കിട്ടുന്നത്, അതുപോലെ തന്നെയാണ് വീട്ടിൽ എനിക്ക് കഴിച്ചപ്പം കിട്ടിയ കേട്ടോ. എന്തായാലും കമ്പൽസറി നിങ്ങൾ അത് ഉണ്ടാക്കി നോക്കണം. പിന്നെ മന്തിയുടെ സ്മെല്ലിന് വേണേൽ ഒരു പിന്നെ നമ്മളെ ചിരട്ടക്കണലല്ലേ, ഒരു ഗ്ലാസ്സിൽ ചിരട്ടക്കണലെടുക്കുക. ഒരു 1-2 ചിരട്ട ഒന്ന് അടുപ്പിൽ കത്തിച്ചിൻ്റെ അതിൻ്റെ കണലെടുക്കുക. കണലെടുത്തതിന് ശേഷം അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പാത്രത്തിലുണ്ടല്ലോ ഈ ബിരിയാണി പോട്ടിൽ കുറച്ച് ഒരു ചെറിയൊരു കുഴിയാക്കിയിട്ട് നടുവിൽ വെച്ചിട്ട് മൂടി വെക്കുക. പിന്നെ ഒരു 15 മിനിറ്റ് ഒരു ചെറിയ തീയിൽ, ഓൾറെഡി നമ്മൾ റൈസും ചിക്കനെല്ലാം വെന്തിക്കുന്നുണ്ട് ഏകദേശം നമുക്കറിയാമല്ലോ. പിന്നെ മൂടി വെച്ചിട്ട് നമ്മളത് പാത്രം തുറന്ന് നല്ല അടിപൊളി സ്മെല്ലും കറക്റ്റ് പാകമായിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടുള്ളത് പാകം അങ്ങനെയാണ് നമ്മൾ ഇടുന്നതിൻ്റെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലാണ് ഇനി ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് വരും. ഇല്ലെങ്കിൽ കറക്റ്റ് പരുവത്തിലാണെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അതേ രീതിയിലുള്ള കുഴിമന്തി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫോളോ ചെയ്യാത്ത എല്ലാവരും ഫോളോ ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും കുഴിമന്തിയായി, ഇനിയിപ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടി അറിഞ്ഞിട്ട് നമുക്ക് പിരിയാം കേട്ടോ. നമുക്ക് കുറച്ച് വേണമെങ്കിൽ കുറച്ചാക്കി ചെറിയ ഇതിലാക്കിയാക്കുക, കൂടുതൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ കൂടുതൽ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കണം അങ്ങനെ ചെയ്യുക, അതൊന്നും പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെച്ചിട്ട് നല്ലോണം നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് എന്നെ പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. చాలా చాలా బాగుంది.